അട്ടപ്പാടിയിലാണ്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ അഗളി ടൗൺ കഴിഞ്ഞിട്ട് റൈറ്റിക്ക് തിരിഞ്ഞു പോകണം. ഇതുപോലെ ചെറിയ റോഡിൽ കുറേ അങ്ങോട്ട് കയറി വന്നല്ല ഒരു വ്യൂ ആണ്. രാവിലെ നടക്കാറിങ്ങിയാണ്. നല്ല കോടമഞ്ഞൊക്കെ മൂടിയിട്ട് ഇതേതാവസ്ഥ. അടിപൊളി വ്യൂ ആണ്. ചെറിയ റോഡ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഈ സൈഡ് ഫോറസ്റ്റാണ്, ഈ സൈഡ് ഇങ്ങനെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെ വരുമ്പോൾ ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ ചെറിയൊരു ഫാം റിസോർട്ടിലാണ് റൂം എടുത്തത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. വലിയൊരു സെറ്റപ്പ് ഒന്നല്ല, ഏകദേശം ഒരു 2-3 ഫാമിലിക്കൊക്കെ തങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റപ്പ്, ഒരു ഫാം ഹൗസിലാണ്. അപ്പോൾ അട്ടപ്പാടി ആസ്വദിക്കാൻ വരുന്നവരെ ഈ ഡിസംബറിൽ അങ്ങോട്ട് പോരും. നല്ല കോടമഞ്ഞ് മൂടി കിടക്കുന്ന കാണാൻ കണ്ടോ. ചുറ്റോടെ നല്ല കോടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഫാം ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഒരു 2 ബെഡ്റൂം, അതുപോലെ ഏകദേശം ഒരു 10-15 ആൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന വലിയൊരു സെറ്റപ്പ് ഒന്നല്ല കേട്ടോ. ഒരു ഫാം ഹൗസാണ്. താഴെ ക്യാമ്പ് ഫയറും പരിപാടികളൊക്കെ ഉണ്ട്. ഒരു 4000, ഇപ്പോൾ സീസണൊക്കെ ആയതുകൊണ്ട് ഒരു 4000-4500 റുപ്യൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേ ആണ്. മുകളിൽ ഇതുവരെ ഇത് ഫോറസ്റ്റാണ്, ആനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു സെറ്റപ്പിലൊന്നല്ലാതെ നിങ്ങൾക്ക് അട്ടപ്പാടിയിൽ വന്ന് താങ്ങണമെങ്കിൽ ഈ ഒരു ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി. ഈ ഒരൊറ്റ വില്ല മാത്രമേ ഉള്ളൂ, ഫാം ഹൗസാണ്. ഇത് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇവിടെ വന്നാൽ ഇവിടെ ചെറിയ ഹാളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് നമുക്കൊരു 4-5 ആൾക്കൊക്കെ എടുക്കാം. ഇതൊരു മെയിൻ ബെഡ്റൂമാണ്. ഇത് വിത്ത് റൂമാണ്. നോക്കി കഴിഞ്ഞാൽ നല്ല ഫോറസ്റ്റ്, മുകളിൽ കാണുന്നത് ഫോറസ്റ്റാണ്. ഈ ഒരു ഇതാണ് ഇതൊരു ഫാം താഴെ കാണുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. താഴെ ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂമും കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കാണാം നമുക്ക്. ഇവിടെ നല്ലൊരു ബാത്റൂമുണ്ട്.